ഹോളോകോസ്റ്റിന്റെ ഭീതിതമായ ഓർമ്മകൾ ഉറങ്ങുന്ന പോളണ്ടിലെ ഓഷ്വിറ്റ്സ് തടവറയിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും സന്ദർശകരുടെ മനസ്സിലലിയിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ക്യാമ്പിലെ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ നടന്ന ഡെത്ത് ബ്ലോക്കിലെ 21 നമ്പർ സെല്ലിന്റെ ചുവരുകളിൽ നഖങ്ങൾ കൊണ്ട് കോറിയിട്ട ഈശോയുടെ തിരുഹൃദയ ചിത്രമാണത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികളുടെ തടവുകാരനായിരുന്ന സ്റ്റെഫാൻ യാസിൻസ്കി എന്ന പോളിഷ് സൈനികനാണ് മരണത്തെ മുഖാമുഖം കണ്ട നാളുകളിൽ ഈ ചിത്രം ചുവരിൽ വരച്ചിട്ടത്. 1944 അവസാന നാളുകളിലാണ് പോളിഷ് സൈനിക ഉദ്യോഗസ്ഥനായ സ്റ്റെഫാൻ യാസിൻസ്കി ഓഷ്വിറ്റ്സിലെ ക്രൂര പീഡനമുറിയായ ബ്ലോക്ക് 11 അടയ്ക്കപ്പെടുന്നത്. ക്രൂരമായ മർദ്ദനങ്ങളും പട്ടിണിയും വധശിക്ഷയും നടപ്പാക്കിയിരുന്ന ക്യാമ്പിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഇടമായിരുന്നു ഇത്. കടുത്ത നിരാശയും മരണഭയവും നിറഞ്ഞ ആ ഇരുണ്ട മുറിക്കും അണയ്ക്കാൻ കഴിയാതെ ജ്വലിച്ചു നിന്ന മനസ്സിലെ വിശ്വാസത്തിന്റെ തീനാളം യാസിൻസ്കി തന്നെ നഖങ്ങൾ ഉപയോഗിച്ച് ചുവരുകളിൽ പകർത്തി. ഭീകരമായ പീഡനങ്ങളെ അതിജീവിച്ച ദൈവവിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ജീവനുള്ള സാക്ഷ്യമായി അദ്ദേഹം കോറിയിട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചിത്രം ഇന്നും നിലകൊള്ളുന്നു. തിരുഹൃദയത്തിന്റെ ചിത്രത്തിന് പുറമെ യേശുവിന്റെ കുരിശുമരണ രംഗം, ചില സൈനിക ചിഹ്നങ്ങൾ, തടവറയിലെ ആഴ്ചകൾ എണ്ണുന്നതിനായുള്ള ഒരു കലണ്ടർ എന്നിവയും അദ്ദേഹം ഈ സെല്ലിന്റെ ചുവരുകളിൽ കോറിയിട്ടിട്ടുണ്ട്. 1945 ജനുവരി 27 ഓഷ്വിറ്റ്സ് ക്യാമ്പ് നാസികളിൽ നിന്ന് സോവിയറ്റ് സൈന്യം മോചിപ്പിക്കുന്നത്. എന്നാൽ ഈ ചരിത്രപരമായ മോചനത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 1945 ജനുവരി 1 യാസിൻസ്കി തടവറയ്ക്കുള്ളിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. മനുഷ്യന്റെ വിശ്വാസത്തെയും പ്രത്യാശയും ഇല്ലാതാക്കാൻ ഒരു ഏകാധിപത്യ ഭരണകൂടത്തിനും കഴിയില്ലെന്ന സന്ദേശവുമായി സ്റ്റെഫാൻ യാസിൻസ്കി കോറിയിട്ട തിരുഹൃദയത്തിന്റെ ചിത്രം ഓഷ്വിറ്റ്സ് ഡെത്ത് ബ്ലോക്കിലെ 21 നമ്പർ സെല്ലിലെ ഭിത്തിയിൽ ഇന്നും നിലകൊള്ളുന്നു.